നമസ്കാരം. നമ്മളുടെ രണ്ട് ചാനലിലും സുഭാഷിതത്തിലും ഗ്ലോബൽ മലയാളി ന്യൂസിലും സർവീസ് സംഘടനകളുടെ ഒരു കാര്യം വന്നാൽ നമ്മൾ ആവേശത്തോടെ ആദ്യം ചെയ്യും. അത് ചെയ്തിട്ടേ മറ്റൊരു വീഡിയോ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇന്നലെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൽ വളരെ കൃത്യമായി DA ആൻഡ് DR, DA എന്ന് പറഞ്ഞാൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത. DR എന്ന് പറഞ്ഞാൽ ഡിയർനെസ് റിലീഫ്, ക്ഷാമ ആശ്വാസം. അത് പെൻഷൻ ബയർക്ക് കൊടുക്കുന്നതാണ്. ഇന്നലെ ഇറങ്ങിയ ഒരു ഉത്തരവ് അത് ഇനി ഉത്തരവാകണം. ഇന്നലെ പ്രസ് നോട്ടാണ്, അതിന് ഉത്തരവാകണം. സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്കായി ലഭ്യമാക്കിയ DAക്ക് മുൻകാല പ്രാബല്യം നൽകിയിട്ടുണ്ട്. നേരത്തെ മുൻകാല പ്രാബല്യം കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 3%, 13% കൊടുത്ത, പക്ഷേ മുൻകാല പ്രാബല്യം ഇല്ലായിരുന്നു. അപ്പോൾ മുഴുവൻ കുടിശ്ശികയും കൊടുക്കാൻ തീരുമാനമാവുകയാണ്. അത് അനുസരിച്ചുള്ള ഉത്തരവായിട്ടുണ്ട്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA, DR ഗഡുക്കൾക്കെല്ലാം മുൻകാല പ്രാബല്യം അനുവദിച്ചുകൊണ്ടാണ് കുടിശ്ശിക നൽകുന്നത്. UGC അധ്യാപകർക്കും AICT സ്കീമിൽ ഉൾപ്പെട്ട അധ്യാപകർക്കും എല്ലാം, അതായത് മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർക്കും എല്ലാം ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്ക് നൽകേണ്ട മുഴുവൻ DAയും DRും ഇതിനകം അനുവദിച്ചിട്ടുണ്ട്. കുടിശ്ശികയായിരുന്നു ഈ പ്രശ്നമായിരുന്നത്. കുടിശ്ശിക ഇപ്പോഴും അനുവദിച്ചു. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DA, DRൻ്റെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. അതുവരെ അടിക്കട കൈ ഗുണപരമായ കാര്യം. പെൻഷൻകാരും NGOക്കാരും യൂണിയൻകാരും അസോസിയേഷൻകാരും KGOക്കാരും സർവീസ് പെൻഷൻ യൂണിയൻകാരും എല്ലാവരും കൈയടിച്ചോണം, സമ്മതിച്ചു. പക്ഷേ അടുത്ത ഒരു ഭാഗമാണ് ശരിക്കുള്ള ബാലഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഒരു ചതിയുടെ കഥ അടുത്തുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നിശ്ചയിച്ച ഗഡുക്കളുടെ വിതരണത്തിനായുള്ള തുകയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച 7% ക്ഷാമബത്ത ഏപ്രിൽ 21 ശമ്പളത്തോടൊപ്പമാണ് വിതരണം ചെയ്തത്. തുടർന്ന് 5 തവണയായി ഓരോ ഗഡു വീതം ക്ഷാമബത്ത അനുവദിച്ചിരുന്നു. അത് 21 തത്തുല്യമായ ക്ഷാമാശ്വാസവും ലഭ്യമായി. കുടിശ്ശികയായിരുന്ന 13% ക്ഷാമബത്തയും ക്ഷാമാശ്വാസം ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അനുവദിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളതെല്ലാം കൊടുത്ത് പഴയത് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നു. മുഴുവൻ DA, DRന് അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കി മുൻകാല പ്രാബല്യം നൽകിയാണ് കുടിശ്ശിക അനുവദിച്ച് കൊടുത്തിരിക്കുന്നത്. സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത് ഇനി വരുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഒരു ക്രക്സ് കിടക്കുന്നത്. ഒന്ന്, ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്യിൽ പുതിയ ഗവൺമെൻറ്റാണ് വരുന്നത്. അതിന് UDF ആണ് വരികയാണെങ്കിൽ അവർ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അവരുടേതായ ലൈനിൽ അവർ മാറ്റി തീർത്താലോ വല്ല കാര്യമുണ്ടോ? ഇനി LDF തന്നെ വന്നാലും ഈ 8 ഗഡു എന്ന് പറയുന്നത് 8 ഗഡു ഓരോ മാസവും ഗഡുക്കളായി കൊടുക്കുമോ, അതോ 3 മാസത്തിലൊരിക്കലായിരിക്കുമോ ഗഡു, 6 മാസത്തിലൊരിക്കലായിരിക്കുമോ, വർഷത്തിൽ ഒരു ഗഡു ആയിരിക്കുമോ കുടിശ്ശിക? അങ്ങനെ 8 വർഷം കൊണ്ടല്ലേ അവർക്ക് കുടിശ്ശിക കിട്ടത്തുള്ളൂ. ഇപ്പോൾ 87 വയസ്സായ ഒരു അപ്പൂപ്പൻ നേരത്തെ ഞങ്ങളെ വിളിച്ചിരുന്നു ഈ ചാനൽ കണ്ടിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ DRൻ്റെ പൈസ കിട്ടാത്ത കഥ പറയാനാണ് വിളിച്ചു. അക്കൂട്ടത്തിൽ ഇതാദ്യം ചോദിച്ചു, 87 വയസ്സായി കിടപ്പ് രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന് ഇനി 8 വർഷം കൊണ്ടാണ് 8 ഗഡുക്കൾ കിട്ടുകയാണെങ്കിൽ 95 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് എന്തോ ഉറപ്പ്? ഇപ്പോഴേ കിടപ്പ് രോഗിയാണ്, അത് പറ്റുന്നില്ല. അപ്പോൾ 8 വർഷം കൊണ്ടാണോ കൊടുക്കുന്നത്? 8 മാസം കൊണ്ടാണോ? 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 4 വർഷം കൊണ്ടാണോ? അതോ 2 മാസം 8 എണ്ണം എന്ന് പറയുന്നത് വർഷത്തിൽ 4 എണ്ണം കൊടുത്തുകൊണ്ട് 2 വർഷം കൊണ്ടാണോ? ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ല. ഏത് മാസത്തിനുള്ളിൽ ഇത് കൊടുത്തു തീർക്കുമെന്നും ബാലഗോപാൽ പറയുന്നില്ല. അതുകൊണ്ട് അതിലൊരു ചതി, ഒരു വഞ്ചന, ഒരു ഗിമ്മിക്ക് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും സംശയിക്കുന്നു. അത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ തല്ലിച്ചതച്ച് അടിച്ച് പിഴിഞ്ഞ് നീരെടുത്തതിന് ശേഷം ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാതെ മര്യാദയ്ക്ക് സ്നേഹത്തിന് മുമ്പേ 6 മാസം മുമ്പേ ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കുമായിരുന്നു ബാലഗോപാൽ ജി. അങ്ങേക്ക് ഭരണപരിചയവുമില്ല, ഒരുതരം അഹങ്കാരത്തിൻ്റെ ഭാഷയുമുണ്ട്. താങ്കളെ സഹായിച്ചവരെ താങ്കൾക്ക് തിരിച്ചറിയില്ല. അങ്ങനൊരു കുഴപ്പമുണ്ട്. താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം താങ്കളെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും താങ്കൾക്ക് അവരെ തിരിച്ചറിയില്ല. ഞാനിത് പറയുന്നത് താങ്കൾക്ക് ഈ വീഡിയോ കിട്ടുകയാണെങ്കിൽ മനസ്സിലാകും, കൃത്യമായി മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് താങ്കൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് താങ്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു സ്നേഹമോ കാരുണ്യമോ കരുതലോ ഒന്നുമില്ല. താങ്കൾ പത്രസമ്മേളനങ്ങളിൽ ബൈറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലത്തെ DRൻ്റെയൊക്കെ ബൈറ്റ് കൊടുക്കുമ്പോൾ താങ്കളുടെ ബോഡി ലാംഗ്വേജ് പോലും ഇത് പുച്ഛമാണ് ജീവനക്കാരോട്. ഇത് ഞങ്ങളിങ്ങനെ തരികയാണ്, ദാനം തരുന്ന പോലെയാണ്. കോടതിയിൽ എഴുതി കൊടുത്തത് എന്താണ്? കഷ്ടമാണ് ബാലഗോപാൽ ജി. താങ്കളുടെ ഈ അപ്രോച്ച് തോമസ് ഐസക്കിനെ കണ്ട് പഠിക്കുക. കൊടുത്തില്ലെങ്കിലും വലിയ മെഴുവഴക്കണം, ചിരിച്ച് മറിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കയ്യിലെടുത്ത് കാര്യത്തിലൊന്നുമില്ല. ഒരുപാട് തട്ടിപ്പും ഉടായ്പൊക്കെ ഉണ്ട്.
ഇപ്പോൾ അത് അനുഭവിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പാർട്ടി വിചാരിച്ചിട്ട് പോലും സീറ്റ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. കൊടുത്ത സീറ്റ് ലോക്സഭയിൽ തോറ്റല്ലോ. വിജ്ഞാന കേരളം എന്ന് പറഞ്ഞാൽ ഉടായിപ്പോയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ടല്ലോ. ഫേസ്ബുക്കിലും പുസ്തകം എഴുതിയും സമയം കളയുന്നല്ലാതെ എന്തെങ്കിലും കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ എന്തുകൊണ്ട് തോമസ് ഐസക്കിന് കഴിയുന്നില്ല? ലക്ഷക്കണക്കിന് അമ്മമാരുടെ ശാപമാണ്, പാപമാണ് കിട്ടിയിരിക്കുന്നത്. താങ്കൾക്കും കിട്ടും, ഒരു തർക്കവുമില്ല. കാരണം താങ്കൾ ഇത് കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരിക്കൽ ചെയ്താൽ അത് കറക്റ്റ് ചെയ്യണ്ടേ? മിസ്റ്റേക്ക് പറ്റിയാൽ ശമ്പള പരിഷ്കരണം ഫാഗ് എൻഡ് വരെ താങ്കൾ കൊണ്ടുപോയി. എന്തിനു വേണ്ടി? DA പ്രഖ്യാപിക്കുന്നത് ഫാഗ് എൻഡ് വരെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ പറയുന്നത് 8 ഗഡുക്കളായി കൊടുക്കും എന്ന്. ആര് കൊടുക്കും? ഏത് ഗവൺമെൻറ് കൊടുക്കും? താങ്കൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? അടുത്തത് UDF ആണോ LDF ആണോ വരുന്നതെങ്കിൽ UDF വരുമ്പോൾ കൊടുക്കുമെന്ന് താങ്കൾക്ക് എന്ത് ഉറപ്പാണ്? അപ്പോൾ സമരം ചെയ്യൂ താങ്കൾ ഇവരവിടെ ചേർന്നിട്ട്? കഷ്ടമാണ് ബാലഗോപാൽജി, വളരെ കഷ്ടമാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു ഉറപ്പും കരുതലും കരുണയുമില്ല. പിന്നെ SFI പ്രവർത്തിച്ചു, DYFI പ്രവർത്തിച്ചു, ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചു, കയറി വന്നു, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എത്ര പേര് കയറി വരുന്നു, എത്ര പേര് പോകുന്നു. ഇന്ന് PK ശശി പാലക്കാട് പോയി, കുഞ്ഞികൃഷ്ണൻ പിന്നെ കണ്ണൂർ പോയി, പിന്നെ പയ്യന്നൂർ പോയി, സുധാകരൻ പോകാൻ നിൽക്കുന്നു, എത്രയോ പേര് പോകുന്നു, രാജേന്ദ്രൻ പോയി വരുന്നു. അത് ഒരു ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കരുതലോ ക്വാളിറ്റിയോ ഒന്നും താങ്കൾ കാണിക്കുന്നില്ല. താങ്കളുടെ പ്രവൃത്തിയിൽ താങ്കൾ മൂരാച്ചിയുടെ ഒരു മുതലാളിയുടെ പിന്തിരിപ്പൻ മുതലാളിയുടെ സ്വഭാവമാണ് സർവീസ് ജീവനക്കാരോടും DRക്കാരോടും കാണിക്കുന്നത്, പെൻഷൻകാരോടും കാണിക്കുന്നത്. ഇത് ക്രൂരതയാണ്. ഒരുപാട് പേരുടെ ശാപവും പാപവും താങ്കൾക്ക് കിട്ടും. വേറൊന്നും കൊണ്ടുമല്ല, ഞാൻ അങ്ങനെ കിട്ടാതിരിക്കട്ടെ. അവർ പാവങ്ങൾ ശപിക്കും. കാരണം അവർക്ക് അവർ അധ്വാനിച്ച പൈസ, അവർക്ക് അർഹതപ്പെട്ട പൈസ, കോടതി കൊടുക്കണമെന്ന് പൈസ, പറയുന്ന പൈസ, ഭരണഘടനാപരമായി കിട്ടേണ്ട പൈസ ആണ് താങ്കൾ പിടിച്ചു വയ്ക്കുന്നത്. പല ന്യായങ്ങൾ പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നത്. അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതൊരു ഉടായ്പ ഉത്തരവെങ്കിലും താങ്കൾ ഇറക്കി. അതുകൊണ്ടാണല്ലോ താങ്കൾ നോക്കൂ, NGO യൂണിയൻകാരും KGO അസോസിയേഷൻകാരോ ഗസറ്റ് ഓഫീസ് അസോസിയേഷൻ ആരും പ്രകടനവും നടത്തിയില്ലല്ലോ. ഇനി നടത്തുമായിരിക്കും. അല്ലെങ്കിൽ AK സെൻറ്ററിൽ നിന്ന് കണ്ണൂർ ടൗൺ നടത്തും. ഇതുവരെ അവർ സോഷ്യൽ മീഡിയയിൽ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? എന്തുകൊണ്ടാണ് അവർ പേടിച്ചിരിക്കുന്നത്? അവർക്കറിയാം ഇതിനകത്തുള്ള ഉടായ്പ എന്തെന്ന്. സത്യസന്ധമായിട്ടാണ് താങ്കൾ ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞ 6 മാസം മുമ്പേ താങ്കൾക്ക് ഇതെല്ലാം ചെയ്യാമായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റോടുകൂടി താങ്കൾക്ക് മനോഹരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതൊന്നും താങ്കൾ ചെയ്യാതെ ഫാഗ് എൻഡിലേക്ക് ബസ് ലാസ്റ്റ് സ്റ്റോപ്പിലെത്തുമ്പോൾ ആളുകൾ ഇടിച്ചിറക്കുന്നൊരു പരിപാടിയുണ്ട്, എല്ലാ സ്റ്റോപ്പിലും നിർത്താതെ. അത് അർഹമായത് കൊടുക്കാതെ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇത് മോശമായിപ്പോയി. ഇത് ഭംഗിയായി ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ തന്നെ കരുതിക്കോട്ടെ.